ഹായ് ഫ്രണ്ട്സ്, റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബാൻഡ്, വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ഹെയർ ബാൻഡ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ്. ബാക്ക് ഭാഗം ചെറിയൊരു 4 ഇഞ്ച് വീതിയിലൊരു ഇലാസ്റ്റിക്, ഇതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ ക്യാൻവാസാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഒരു 4 ഇഞ്ച് വീതിയുള്ള ഒരു 4 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു എലാസ്റ്റിക് വേണം. ഓക്കെ, പിന്നെ ഒരു റെഡ് പീസ്, ഒരു 3 ഇഞ്ച് വീതിയിലുള്ള കുറച്ച് നീളമുള്ള ഒരു റെഡ് പീസാണ്. പിന്നെ ഇതൊരു പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുകയാണ്. അതായത് ഈ പേപ്പർ ക്യാൻവാസിൻ്റെ വീതി 1.25 ഇഞ്ചാണ്. 1.25 ഇഞ്ച് വീതിയും 16 ഇഞ്ച് ലെങ്ത്തുമാണ്. അത് അത്ര എളുപ്പമുള്ള ഒരു ക്യാൻവാസ് എടുത്തുകൊണ്ട് ഒരു പ്രിൻ്റ് പീസും ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ബ്ലാക്ക് പീസ് ഈ പ്രിൻ്റ് പീസില്ലേ ഒട്ടിച്ച് ഈ പ്രിൻ്റ് പീസ് അടിച്ച് മറിക്കാനാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒറ്റ ഫോൾഡ് ചെയ്ത് കണ്ട് ഒരു അടി അടിക്കുക. അടിച്ചു. അതേപോലെ തന്നെ ഈ സൈഡും ഒറ്റ ഫോൾഡിങ്, ഒറ്റ സ്റ്റിച്ചിങ്. ഓക്കെ, അതുപോലെ അടിച്ചു. എന്നിട്ട് നമ്മൾ ഈ ബ്ലാക്ക് പീസില്ലേ ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെയും സൈഡ് അടിക്കുകയാണ്. ഈ ഒരു സൈഡ് ഒന്നും ഫോൾഡ് ചെയ്തു, സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് അതേപോലെ തന്നെ ഈ പ്രിൻ്റ് പീസിൻ്റെ അത്രയും ലെങ്ത്ത് കറക്റ്റ് ആക്കിയിട്ട് കറക്റ്റ് പിടിക്കട്ടോ. കറക്റ്റ് പിടിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് ആക്കിയിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ മാർക്കിങ് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് 2 പീസും ഒപ്പം വെച്ച് കണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ കറക്റ്റായി ഫോൾഡ് ചെയ്ത് അടിക്കണം കേട്ടോ. സൈഡ് അടിക്കുമ്പോൾ ഫസ്റ്റ് അടിക്കുമ്പോൾ എന്നിട്ട് ഈ ക്യാൻവാസിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ക്യാൻവാസിലേക്ക് കയറാൻ പാടില്ല, ക്യാൻവാസിന് ചാരി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തു. ഒന്ന് എക്സ്ട്രാ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടി ഒന്ന് ഫിനിഷ് ആക്കുക. എന്നിട്ടിത് അപ്പുറം മറിക്കണം കേട്ടോ. അതായത് ഇതിന് സെൻറ്റർ ഭാഗം ഓപ്പണാണ്. കാരണം അവിടെ അടിച്ചിട്ടില്ലല്ലോ, അവിടെ അടിച്ചിട്ടില്ലല്ലോ. അവിടെ വെറുതെ ഫോൾഡ് ചെയ്ത് ആദ്യം അടിച്ചു, അവിടെ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇതിൽ കമ്പിയോ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും കയറ്റിക്കാണ്ട് അപ്പുറത്തേക്ക് മറിക്കുക. ഇതേപോലെ മറിച്ചു. എന്നിട്ട് നമ്മൾ അലാസ്റ്റിക് എടുക്കുക. അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഓപ്പണാണ് അവിടെ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് തെല്ലിനടിക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ള് റൗണ്ടിൽ അടിച്ച് പോരുക. ഇതുപോലെ അടിച്ച് ഈ സൈഡിലെത്തിയപ്പോൾ ആ ഇലാസ്റ്റിക്കിൻ്റെ മറ്റേ സൈഡ് അതേപോലെ ഓപ്പണിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അവിടെ നിന്ന് സ്ട്രോങ്ങിനും വേണ്ടി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു പോരും. എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ ഹെയർ ബാൻഡിൻ്റെ ഏകദേശം പകുതി മുക്കാലും വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഫ്ലവർ ഉണ്ടാക്കാൻ നമ്മളെ 3 ഇഞ്ച് വീതിയുള്ള പീസില്ലേ അത് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കണ്ട് ഇതുപോലെ പ്ലീറ്റ് ഇടുക. ആ പീസിൻ്റെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കണ്ടോ വെച്ചുകൊണ്ട് അതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കണ്ട് പ്ലീറ്റ് ഇടുക. ഒരു 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് പോരും കേട്ടോ. അതുപോലെ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ടു. എന്നിട്ട് എക്സ്ട്രാ, അതായത് ഒരേപോലെ വേണം, എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കേണ്ട തുമ്പും നൂലൊക്കെ വെട്ടി ഒഴിവാക്കുക. കറക്റ്റ് ഒരേപോലെ ഒരേ വീതിയിൽ വേണം. എന്നിട്ട് ഇത് ഫ്ലവർ ഉണ്ടാക്കുക കേട്ടോ. ഇതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മടക്കി പോരുക. ഇങ്ങനെ മടക്കി കുറച്ച് മടക്കിയിട്ട് ഒന്ന് സൂചി നൂല് ഉപയോഗിച്ച് കണ്ട് ഒന്ന് അവിടെ ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക.
എന്നിട്ട് വീണ്ടും മടക്കുക. വീണ്ടും മടക്കുമ്പോൾ ഒന്ന് എന്താ പറയുക, ഒന്ന് വൈഡായിട്ട് മടക്കി കൊടുക്കട്ടോ. അതായത് ഫ്ലവർ കുറച്ച് വിരിഞ്ഞ് നിൽക്കേണ്ട രൂപത്തിൽ ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. അവിടെ ഇതുപോലെ ലോക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇതുപോലെ ഇതൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. ഈ റെഡ് പീസ് ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇത് ഒരു നെറ്റിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഷിഫോണിലൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയിൽ കിടക്കും കേട്ടോ ഈ ഫ്ലവർ. ഇത് പക്ക കോട്ടനാണ്. എന്നിട്ട് അതിന്മേൽ തുന്നി പിടിപ്പിക്കട്ടോ. ഞാൻ ഇത് വൃത്തിയില്ല എന്നല്ല കേട്ടോ പറയണത്, ഇതിലേറെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ നല്ല സെറ്റപ്പിൽ കിടക്കും നെറ്റിൻ്റെ ഒക്കെ ഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇതുപോലെ ഫുള്ളായിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുക. നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ മറക്കണ്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.